ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ കാണാൻ പോയത് 31 ഡിസംബറിന് നമ്മൾ എങ്ങനെ ന്യൂ ഇയർ ആഘോഷിച്ചു എന്നുള്ളതാണ്. നമ്മൾ നോർമലി പുറത്ത് പോകാറുണ്ട് ന്യൂ ഇയറിന്. ഇവിടെ ദുബായിൽ ഫയർ വർക്ക്സ് ഒക്കെ ഒത്തിരി അടിപൊളിയായിട്ട് ഉണ്ട്. അതൊക്കെ കാണാൻ നമ്മൾ നോർമലായിട്ട് പോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആഘോഷിച്ചാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയ ന്യൂ ഇയറിന് 12 മണിയാകുമ്പം അവൾക്കൊരു കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ആ കേക്ക് അവൾ തന്നെ ഉണ്ടാക്കും എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ എന്നാൽ ചെയ്യാം. എന്നിട്ട് അതിന് വേണ്ടി നമ്മൾ ഓരോ ബിസ്ക്കറ്റും ബേക്കിംഗ് സോഡയും പാലും, ഈ 3 ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ അത് അവനിൽ വെച്ച് ബേക്ക് ചെയ്യുക. ഈ തിന്നുന്ന തീറ്റ കണ്ടിട്ട് കേക്ക് ഉണ്ടാക്കാനൊന്നും നടക്കില്ല. ക്യാമറ വാസ് ഓൺ. നീ എന്തിനാടാ അത് കടിച്ചത്? സ്ക്രേപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ റിയയുടെ ക്രിയേറ്റീവ് ക്ലബ് ബൈ റിയ ആൻഡ് റയാൻ ആ ചാനലിൽ വരുന്നതായിരിക്കും. ഫുഡൊക്കെ ഓർഡർ ചെയ്തത് ഇതാണ്. ഇറാനിയൻ കബാബ് പ്ലേറ്ററാണിത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു. ഇത് സ്റ്റാർട്ടറായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു. ഇതെല്ലാം കഴിച്ച് തീർത്തതിന് ശേഷം നമ്മൾ മെയിൻ കോഴ്സ് ചൈനീസ് അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. ഇതെല്ലാം കൂടെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു മൂവി ഇട്ടു. മൂവിയുടെ പേര് ബ്ലൈൻഡ് സൈഡ് എന്നാണ്. ബ്ലൈൻഡ് സൈഡ് നല്ല അടിപൊളി മൂവിയാണ്. പിള്ളേരുടെ കൂടെ ഇരുന്ന് കാണാനൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇരുന്ന് കാണാം. നല്ലൊരു മൂവിയാണ്. ഞങ്ങളതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ കോഴ്സിലോട്ട് നമ്മൾ ഈ ചിക്കൻ ലോലിപോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചൈനീസ് റൈസ് മെയിൻ കോഴ്സൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. Resolution for 2025 for Riya. I want to be better at basketball. Learn to play basketball. Get very good marks. And become a prefect. Yours? Get better at basketball. Of course. Get better at singing. And get better at folding clothes. വേറെ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞോ? ഇത്രേ ഉള്ളോ? പരീക്ഷ, എക്സാം, school. Get better at maths. That's all. Appa. What is your resolution? 2025. No resolutions. ഫുഡൊക്കെ കഴിച്ചിട്ട് 12 o'clock ആയപ്പോഴത്തേക്ക് വെളിയിലെല്ലാവരും ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് ഞങ്ങളും ബാൽക്കണിയിൽ പോയി ഞങ്ങളും വിസിലൊക്കെ അടിച്ച് ഞങ്ങളും അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ കയറി വന്നിട്ട് ചെയ്തതാണ് ഇത്. നമ്മുടെ ഗ്ലൂ സ്റ്റിക്സ് അല്ലേ, അത് ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. അത് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരത് കാണുക. ഇത് ആക്ച്വലി ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. കാരണം പിള്ളേരുടെ മേളിൽ അത് സ്റ്റിക്ക് ചെയ്തിട്ട് അവരെ അവിടെ നിർത്തുന്നതായിരുന്നു ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോവായിരുന്നു. എന്തായാലും ഫൈനലി വി ഡിഡ് ഇറ്റ്. ഇറ്റ് വാസ് ഫൺ. ഞങ്ങൾ എൻജോയ് ചെയ്തത് എൻജോയ് ചെയ്തു. അതാണ് ഇപ്പോൾ മെയിൻ. നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ എന്തെങ്കിലും ചെയ്യുമ്പം. ഇറ്റ് വാസ് ആക്ച്വലി ഫൺ. അങ്ങനെ പിന്നെ ഗ്ലോ സ്റ്റിക്സ് എല്ലാം ഊരിയിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. കഴിഞ്ഞിട്ട് ഇനി കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ റയാൻ അവിടെ നിന്ന് പറഞ്ഞ് അമ്മ കേക്ക് ഇരിപ്പുണ്ട്, ഫ്രിഡ്ജ് കേക്ക് വെച്ചിട്ടുണ്ടല്ലോ,
കേക്ക് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ കേക്ക് എടുത്തുകൊണ്ട് വന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആ കേക്കൊക്കെ കട്ട് ചെയ്തു. ആക്ച്വലി കേക്ക് നല്ലതായിരുന്നു, കാരണം നമ്മൾ ഈ കേക്കിൻ്റെ മേളിൽ മധുരം കുറവായിരുന്നു, പക്ഷേ കേക്കിൻ്റെ മേളിൽ നമ്മൾ ഈ ലോട്ടസിൻ്റെ ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് മധുരവും നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബെഡിൽ പോയപ്പോൾ അവരുടെ പിഗ്ഗി ബാങ്ക് എടുത്തിട്ട് അതിനകത്തൊക്കെ എത്ര കാശുണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടൂഡൂസ്.